പ്പെട്ട ഫാദറിനോട് നമ്മുടെ ഇവിടുത്തെ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഫാദറിൻ്റെ ഫോളോവേഴ്സും ലവേഴ്സും അവരാവശ്യപ്പെട്ടൊരു കാര്യമുണ്ട്, അവസാനം ഒരു പാട്ട് പാടണമെന്ന്. അപ്പോൾ അവരുടെ പ്രതിനിധിയായി ഞാൻ ആവശ്യം മുമ്പിൽ വെക്കുകയാണ്. ഈ കാലാവസ്ഥയുടെ പ്രതികൂലത കൊണ്ട് നമ്മുടെ ഷെഡ്യൂൾ ഒരല്പം തെറ്റിയെങ്കിലും ബഹുമാന്യരായ അതിഥികൾ ക്ഷമിക്കണം. ഈ ഗ്രാമം അങ്ങയുടെ ആ ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു, സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഹാർദവമായി സ്വാഗതം ചെയ്യും. Hamdan Grand Inauguration and Hifl Convocation അതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്ന സ്നേഹസംഗമത്തിൻ്റെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷനും അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിൻ്റെ എല്ലാമായ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന ഏറെ സ്നേഹബഹുമാനപ്പെട്ട കബീർ ബാഖവി അവർകൾ, അതുപോലെ തന്നെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനും കേരളത്തിൻ്റെ അഭിമാനമായ വാഗ്മിയായ അദ്ദേഹത്തിൻ്റെ ഒരുപാട് വിശേഷണങ്ങളുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഒരു ആരാധകൻ കൂടിയാണ്. ഏറെ സ്നേഹബഹുമാനപ്പെട്ട ഡോക്ടർ MP അബ്ദുൽ സമദ് സമദാനി MP അവർകൾ, അതുപോലെ തന്നെ തൻ്റെ സാന്നിധ്യം കൊണ്ട് ഈ വേദിയെ അലങ്കരിക്കുന്ന പാണക്കാട് സയ്യിദ് സാബിഖ് അലി ശിഹാബ് തങ്ങൾ അവർകൾ, അതുപോലെ ഈ യോഗത്തിൽ സ്നേഹ ഭാഷണം നിർവഹിച്ച സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വി, അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഇവിടെ ആദരിച്ച ഏറെ സ്നേഹബഹുമാന്യനായ ഡോക്ടർ സിദ്ദിഖ് അഹമ്മദ് അവർകൾ, എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹ നമസ്കാരം. അസ്സലാമു അലൈക്കും. ഞാൻ ഈ പോകുന്ന വേദികളിൽ, പ്രത്യേകിച്ച് ഈ ജമാഅത്തെ ഇസ്ലാമിയയുടെ പരിപാടികൾക്ക് അല്ലെങ്കിൽ ഇസ്ലാം സഹോദരങ്ങൾ സംഘടിപ്പിക്കുന്ന സ്നേഹ സംവാദങ്ങൾ, സ്നേഹ കൂട്ടായ്മകളിൽ പോകുമ്പോൾ സലാം പറയാറുണ്ട്. ഞാൻ പറയുന്ന സലാം അത് ശരിയാണെന്നാണ് എൻ്റെ ഒരു ബോധ്യം. പക്ഷേ എത്ര പേർ മടക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ ഇങ്ങനെ പലരുടെയും മുഖത്തേക്ക് നോക്കാറുണ്ട്. ചിലർ ചിരിക്കും, ചിലർ തമ്മിൽ നോക്കും. എൻ്റെ ബോധ്യമനുസരിച്ച് ഒരുവൻ സലാം നൽകിയാൽ അത് കൃത്യമായി കേട്ടാൽ തിരിച്ചു മുഴുവനായും മടക്കണമെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത് എന്നാണ് എൻ്റെ ബോധ്യം. ആ പ്രവാചക ചര്യ പിന്തുടരുന്നുവെങ്കിൽ നിങ്ങളത് ചെയ്തിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ട ഉസ്താദിനോട് തുടക്കത്തിലെ ഞാൻ വന്നപ്പോഴേ പറഞ്ഞു പാട്ട് പാടണം. അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഡോക്ടർ സിദ്ദിഖ് അഹമ്മദ് അവർകൾ, അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാനും എൻ്റെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും വന്നിട്ടുണ്ട്, പാട്ട് കേൾക്കണം. ഞാനിങ്ങനെ ഇരിക്കുകയായിരുന്നു. സാധാരണ ഈ കാലഘട്ടത്തിൽ ഞാൻ പോകുന്ന വേദികളിലൊക്കെ എൻ്റെ പേര് വയ്ക്കും, പക്ഷേ വിളിക്കുന്നത് ഏറ്റവും അവസാനം. അത് ഈ സംഘാടകരുടെ ഒരു ബുദ്ധിയാണ്. കാരണം എന്തായാലും എന്നെ വിളിക്കുന്നത് പ്രസംഗം കേൾക്കാനല്ല, പാട്ട് പാടിക്കാനാണെന്ന് എനിക്കറിയാം. അപ്പോൾ ആളുകളെ അച്ഛൻ ഇനിയും പാടുമല്ലോ എന്ന് വിചാരിച്ച് ആളുകൾ കാത്തിരിക്കാനുള്ള ഇവരുടെ ഒരു ട്രിക്കാണെന്നാണ് ഞാൻ മനസ്സിലാക്കുക. സന്തോഷമേ ഉള്ളൂ അതിൽ. അപ്പോൾ അധികം പ്രസംഗിക്കുന്നതിന് മുൻപ് എല്ലാവരും ഉറക്കത്തിൽ, നല്ല കാലാവസ്ഥയാണ് നമുക്കൊക്കെ ഉറങ്ങാൻ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു പാട്ട് തുടക്കത്തിലേ അങ്ങ് പാടാം. അപ്പോൾ ഈ നാട്ടിലെ ഞാൻ സ്നേഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, എല്ലാ കലാഹൃദയമുള്ളവർക്കും, എല്ലാ കലകളെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവർക്കുമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. എസ്പെഷ്യലി കബീർ ബാഖവി അവർക്ക്. മാണിക്യമലരായ പൂവേ മഹദിയാം ഖദീജ ബീവി, മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരീ, മാണിക്യമലരായ പൂവേ മഹദിയാം ഖദീജ ബീവി, മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരീ. ഖാത്തിമുൻ നബിയെ വിളിച്ച് കച്ചവടത്തിനയച്ച്, കണ്ട നേരം ഖൽബിനുള്ളിൽ മോഹമോദിച്ചു. കച്ചവടവും കഴിഞ്ഞ് മുത്തറസൂലുള്ള വന്ന്
കല്യാണാലോചനയ്ക്കായി ബീവി തുനിഞ്ഞ് മാണിക്യമലരായ പൂവി മഹദിയാം ഖദീജ ബീവി മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി താങ്ക് യു. ഇവിടെ ഞാൻ ഈ വേദിയിൽ വന്ന സമയത്ത് ഇതിൻ്റെ ബ്രോഷർ കണ്ടപ്പോൾ 2 ശക്തന്മാരായ വാഗ്മികളുടെ നടുക്കാണ് ഞാൻ ഇരുന്നത്. പ്രിയപ്പെട്ട സമദാനി സാഹിബും ഗുരുരത്നം ജ്ഞാനതപസ്വിയും. ഈ വേദിയുടെ ഒപ്പം ഇരിക്കുന്നവരും അതിൻ്റെ പിൻപിലിരിക്കുന്നവരുമെല്ലാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കഴുത്ത് തിരിക്കാമെന്ന് പരിധി വരെ തിരിഞ്ഞു നോക്കിയപ്പോൾ എന്നേക്കാൾ പ്രായമുള്ളവരും പക്വതയുള്ളവരും അറിവുള്ളവരുമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് മുൻപ് സംസാരിച്ച വ്യക്തിത്വങ്ങൾ സംസാരിച്ചതിനപ്പുറമായി ഞാനൊന്നും പറയാൻ ശ്രമിക്കുന്നില്ല. അതിനുള്ളതായ പ്രാപ്തിയും എനിക്കില്ല. പക്ഷേ ഹംദാൻ എന്ന ഈ ഒരു പ്രസ്ഥാനത്തെക്കുറിച്ച് ഇവിടെ വന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ 5 വർഷം ഇതിൻ്റെ ആരംഭം കുറിച്ച് 5 വർഷം പിന്നിടുമ്പോൾ ആ തുടക്കത്തിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ തീർച്ചയായും ഈ പ്രസ്ഥാനത്തിനുണ്ടായിട്ടുണ്ട്. പ്രിയപ്പെട്ട കബീർ ഉസ്താദ് പറഞ്ഞു, സാധാരണ മതപഠനങ്ങൾ നിർവഹിക്കുമ്പോൾ ഭൗതിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുവാൻ അല്ലെങ്കിൽ ഭൗതിക വിഷയങ്ങൾ പഠിക്കുവാനായിട്ടുള്ള സാഹചര്യം കുറവായിരുന്നു ഒരു കാലഘട്ടം വരെ. പക്ഷെ ഇന്നതിന് ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായിട്ടുണ്ട്. വ്യത്യാസമുണ്ടാകേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യവുമാണ്. കാരണം ഇസ്ലാം എന്ന ചിന്താധാര പലയിടങ്ങളിലും തെറ്റിദ്ധരിക്കപ്പെടുവാനുള്ള ഒരു കാരണം അതിൻ്റെ ബോധ്യങ്ങൾ, അതിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ സഹോദര സമുദായത്തിലേക്ക് കൃത്യമായി പറഞ്ഞെത്തിക്കുവാനായിട്ട് പലപ്പോഴും സാധിച്ചിരുന്നില്ല, ശ്രമിച്ചിരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ ഈ കാലഘട്ടം ഒരുപാട് വ്യത്യസ്തതകളും ഒരുപാട് സാധ്യതകളും നിറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കോവിഡിൻ്റെതായ പ്രതിസന്ധികളെയൊക്കെ അഭിമുഖീകരിച്ച് അതിജീവിച്ച് ഇന്ന് ഇങ്ങനെയൊരു സംരംഭം, ഇങ്ങനെയൊരു കൂട്ടായ്മ ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ ഇവിടെ ഒരുപാട് ആളുകൾ മതത്തെക്കുറിച്ചും മതസൗഹാർദ്ദത്തെക്കുറിച്ചും മാനവ സൗഹാർദ്ദത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞു. ബേസിക്കലി ഈ ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് വിദ്യാഭ്യാസം നൽകുവാൻ, മതപഠനത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസം കൂടി നൽകുന്ന ഒരു പ്രസ്ഥാനമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുക. ഞാനിതിനെക്കുറിച്ചൊന്ന് പഠിക്കാൻ ശ്രമിച്ചപ്പോൾ ഹംദാൻ എന്ന ആ പദത്തിൻ്റെ ഒരു അർത്ഥം എന്താണെന്നൊന്ന് ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഹംദാൻ എന്ന പേരിൽ ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട്. പക്ഷെ ഇന്ന് വരെയും ആ പേരിൻ്റെ അർത്ഥം പഠിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് ഞാൻ അതിനെ മനസ്സിലാക്കിയതായ ഒരു അർത്ഥം എന്ന് പറയുന്നത് ദ പ്രൈസ്ഡ് വൺ എന്നാണ്. പ്രകീർത്തിക്കപ്പെട്ടവൻ അല്ലെങ്കിൽ വാഴ്ത്തപ്പെട്ടത്, പ്രവാചകൻ്റെ ഒരു അപരനാമമായിട്ടാണ് ഞാനിതിനെ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ വിദ്യാഭ്യാസം നേടുന്ന പഠിപ്പിക്കുന്നവരോടുള്ളതായ എൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന് പറയുന്നത് ഈ പ്രസ്ഥാനത്തിൻ്റെ പേര് നിങ്ങളിലൂടെ അന്വർത്ഥമാകട്ടെ. ഇവിടെ പഠിച്ച് ഇറങ്ങുന്നവർ പ്രകീർത്തിതരായി തീരട്ടെ. സമൂഹത്തിൽ കൃത്യമായി തങ്ങളുടേതായ ബൗദ്ധികമായ ഇടപെടലുകളും ഒപ്പം ആധ്യാത്മിക ഇടപെടലുകളും നടത്തുവാൻ പ്രാപ്തിയുള്ളവരായി നിങ്ങൾ തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന ചോദ്യം ഈ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം നേടുന്നവരും വിദ്യാഭ്യാസം നൽകുന്നവരും മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഒരു ആംഗലേയ എഴുത്തുകാരിയുണ്ട്, മേരി ഹാൻസ്ബറി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരി. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ദീർഘവർഷം പഠിപ്പിച്ചതായ ആ അധ്യാപിക തൻ്റെ ഔദ്യോഗിക അധ്യാപന മേഖലയിൽ നിന്ന് വിരമിക്കുന്നതായ സമയത്ത് തന്നെ കേട്ടിരുന്നതായ തൻ്റെ വിദ്യാർത്ഥികളോട് ഒരു ചോദ്യം ചോദിച്ചു. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് വിദ്യാഭ്യാസം നേടുന്നത്? ഒരുപാട് വ്യത്യസ്തങ്ങളും വിവിധങ്ങളുമാകുന്ന മറുപടികൾ ആ അധ്യാപികയ്ക്ക് ലഭിച്ചു. അതെല്ലാം വളരെ കൃത്യവുമായിരുന്നു. അതിനെല്ലാം മനസ്സിലാക്കിയിട്ട് ആ അധ്യാപിക ഇങ്ങനെ പറഞ്ഞു, ഒരു വ്യക്തി വിദ്യാഭ്യാസം നേടേണ്ടത് ബൗദ്ധികമായി ചിന്തിക്കുന്നതിനും ക്രിയാത്മകമായി പ്രതികരിക്കുന്നതിനും താൻ അധിവസിക്കുന്ന സമൂഹത്തിൻ്റെ ഗതിവിഗതികളെ മനസ്സിലാക്കി സാമൂഹിക വിഷയങ്ങളോട് ക്രിയാത്മകമായി സമൂഹത്തിൽ ഇടപെടുന്നതിനും വേണ്ടിയാവണം പ്രഥമമായൊരു വ്യക്തി വിദ്യാഭ്യാസം നേടേണ്ടത്.
ഇത് ഞാനിവിടെ പറയുമ്പോൾ ഈ മേരി ഹാൻസ്ബറിയുടെ വാക്കുകൾ ഞാൻ കടമെടുക്കുകയാണ്. ബൗദ്ധികമായി വിദ്യാഭ്യാസം നേടുകയും ക്രിയാത്മകമായി പ്രതികരിക്കുകയും സാമൂഹിക വിഷയങ്ങളോട്, ആനുകാലിക സംഭവങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുകയും ചെയ്യുന്നതോടൊപ്പം ഇവിടെ നിന്ന് ഹംദാനിൽ നിന്ന് ലഭിക്കുന്നത് കേവല ഭൗതിക വിദ്യാഭ്യാസം മാത്രമല്ല, ഇസ്ലാമിൻ്റെ ദീനിൽ അധിഷ്ഠിതമായിട്ടുള്ളതായ മൂല്യാധിഷ്ഠിതമായ വിദ്യാഭ്യാസം കൂടിയാണ്. ആ ചിന്താധാര ഉൾക്കൊണ്ടുകൊണ്ട് പക്വമായി അതിനെ സമൂഹത്തിന് കാഴ്ചവെക്കുവാൻ, സമൂഹത്തിൽ അതിനെ പ്രതിഫലിപ്പിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധ്യമായി തീരണം. ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചിന്താധാരയും മതധാരയുമാണ് ഇസ്ലാം ഈ കാലഘട്ടത്തിൽ. ഞാൻ കഴിഞ്ഞ ദിവസം ട്രിവാൻഡ്രത്തിന് പോകുന്ന വഴിയിൽ ഞാൻ ശ്രദ്ധിച്ചില്ല, പക്ഷേ എന്നോടൊപ്പം യാത്ര ചെയ്ത ഒരു ഫാദർ എൻ്റെ ഈ പരിപാടിയുടെ എനിക്ക് തോന്നുന്നു സംഘാടകർ വെച്ചതാവാം ഒരു ഫ്ലെക്സ് കാണിച്ചു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞതായ എനിക്ക് നൽകിയ ചില നിർദ്ദേശങ്ങളൊക്കെ ഞാൻ ഓർത്തു പോവുകയാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, പോയി അവസാനം നീ കറുത്ത തൊപ്പി മാറ്റി വെള്ള തൊപ്പി ഇടുമോ, കറുത്ത ഉടുപ്പ് മാറ്റി വെള്ള ഉടുപ്പ് ഇടുമോ എന്നൊരു ചോദ്യം. തമാശ രൂപേണ അദ്ദേഹം ചോദിച്ചതാണെങ്കിലും ഒരുപാട് ആകുലതകൾ ആളുകൾക്കിടയിലുണ്ട്. പ്രത്യേകിച്ച് മാപ്പിളപ്പാട്ടുകൾ പാടുന്ന ഒരു പുരോഹിതൻ എന്ന നിലയിൽ അതൊരിക്കലും മതസൗഹാർദ്ദത്തിൻ്റെയോ മറ്റൊന്നിൻ്റെയും ഒരു അടിസ്ഥാനത്തിൽ പാടിയതല്ല. അതൊക്കെ പിന്നീട് ഇവിടെ എനിക്ക് മുൻപ് സംസാരിച്ചതായ ഗുരു പറഞ്ഞതുപോലെ നടനവിസ്മയം ശ്രീ മമ്മൂട്ടി തൻ്റെ സുഹൃത്തിനോട് പറഞ്ഞതുപോലെ പണ്ട് വന്നപ്പോൾ അത് സൗഹൃദ കൂട്ടായ്മയും സൗഹൃദ സമ്മേളനവും അല്ലെങ്കിൽ സൗഹൃദ ഒരു സന്ദർശനമായിരുന്നു. എന്നാൽ ഇന്ന് നീയും ഞാനും കടന്നു വരുമ്പോൾ അത് മതസൗഹാർദ്ദമായി തീരുക അല്ലെങ്കിൽ മതസൗഹാർദ്ദമായി മാറ്റപ്പെടുകയാണ്. എൻ്റെ ജീവിതത്തിലും അതുപോലെ തന്നെയാണ്. ഞാൻ മാപ്പിളപ്പാട്ട് പാടിയത് വർഷങ്ങൾക്ക് മുൻപ് സെമിനാരിയിൽ പഠിക്കുന്നതിന് മുൻപും പാടിയിരുന്നു, ആ സമയത്തും പാടിയിരുന്നു. പക്ഷേ അതിനുശേഷം അത് പാടിയപ്പോൾ അത് മതസൗഹാർദ്ദത്തിൻ്റെ മേഖലയിലേക്കൊക്കെ മാറ്റപ്പെട്ടു. നല്ലത് തന്നെയാണ്. അതിലൂടെ ഒരുപാട് നന്മ ചെയ്യുവാനും ഒരുപാട് നല്ല വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുവാനും നല്ല വേദികളിൽ പോകുവാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഉദ്ദേശം അതായിരുന്നില്ല. കാരണം മാപ്പിളപ്പാട്ടിൽ ഒരുപാട് മാനവികതയുടെ മൂല്യങ്ങളുണ്ട്. മാപ്പിളപ്പാട്ടിൽ ഒരുപാട് സാമൂഹിക വിഷയങ്ങളെ പ്രതിപാദിക്കുന്നതായ എലമെൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെ പഠന വിഷയം അതായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് ഇസ്ലാം എന്ന സമുദായം തുറവിയുള്ളൊരു സമുദായമാണ് അതിൻ്റെ പ്രമാണങ്ങളിൽ. പക്ഷേ അത് ഇന്ന് പങ്കുവെക്കപ്പെടുമ്പോൾ ആ തുറവിയും സുതാര്യതയും ഉണ്ടോ എന്ന് ആ ചിന്താധാരയിലുള്ളവർ ചിന്തിക്കേണ്ടതും പഠിക്കേണ്ടതും ആവശ്യമാണ്. അതിന് ഹംദാൻ ഒരു വലിയ മാർഗദീപമായി നിലകൊള്ളുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. പ്രിയപ്പെട്ട കബീർ അഖവി അദ്ദേഹം ഉസ്താദ് ഇവിടെ ഞാൻ വന്ന സമയത്ത് എന്നെ സ്വീകരിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ കുറേ അനുഭവങ്ങൾ എന്നോട് പറഞ്ഞു. അദ്ദേഹത്തെ ഞാൻ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ വളരെ കൗതുകത്തോടെ വീക്ഷിച്ചിട്ടുണ്ട്. കാരണം എങ്ങനെയാണ് ഇങ്ങനെ മലയാള ഭാഷയെയും അക്ഷരങ്ങളെയും വളരെ കൃത്യമായി അടുക്കിനും ചിട്ടയിലും ഉടഞ്ഞു പോകാതെ തട്ടിപ്പോകാതെ പറയുവാൻ സാധിക്കുക എന്ന് ഞാൻ പലപ്പോഴും അതിശയത്തോടെ ചിന്തിച്ചിട്ടുണ്ട്. ഒട്ടുമിക്ക ഇസ്ലാം പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങളും അങ്ങനെ തന്നെയാണ്. എന്നാൽ ഇതിൽ വളരെ വ്യത്യസ്തത പുലർത്തുന്ന ഒരു പ്രഭാഷണ ശൈലിയാണ് അദ്ദേഹത്തിൻ്റേത്. തീർച്ചയായും അതിൽ നിന്നും അദ്ദേഹത്തോടുള്ളതായ ബഹുമാനം എനിക്കിന്ന് വർദ്ധിക്കുക. കാരണം താൻ കടന്നു വന്ന വഴികളെ പരസ്യമായി പറയുവാൻ അദ്ദേഹത്തിന് മടിയില്ല. പലപ്പോഴും ജീവിതത്തിൻ്റെ പ്രൊഫൈലുകളൊക്കെ മാറുമ്പോൾ ആളുകൾ വന്ന വഴികൾ മറക്കുകയും കടന്നുപോയതായ മാർഗങ്ങളെ വിസ്മരിക്കുകയും ചെയ്യാറുണ്ട്. പക്ഷേ ആ മനുഷ്യൻ്റെ ഒരു വ്യക്തിത്വത്തിൻ്റെ ശ്രേഷ്ഠതയായി ഞാനിന്ന് മനസ്സിലാക്കിയത് താൻ കടന്നു വന്നതായ വഴികളെക്കുറിച്ചുള്ള വ്യക്തമായ ബോധ്യം അദ്ദേഹത്തിനുണ്ട്. എന്നെ ഏറെ അതിശയിപ്പിച്ചു. ഇത്രയും ശ്രേഷ്ഠമായ നിലയിൽ നിൽക്കുമ്പോഴും അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പോഴും ജനിച്ചു വളർന്ന നാട്ടിൽ പോയി എൻ്റെ സുഹൃത്തുക്കളോടൊപ്പം ഭക്ഷണം കഴിക്കാറുണ്ട്, അവരോടൊത്ത് സ്നേഹസൗഹൃദങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്. അതെല്ലാവർക്കും സാധിക്കുന്നൊരു കാര്യമല്ല. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ആ ഒരു വലിയ മനസ്സിൻ്റെയും ആ വലിയ വിശാലതയുടെയും ഭാഗമാണ്, അതിൻ്റെ ഒരു ബഹിർസ്ഫുരണമാണ് ഈ ഹംദാൻ എന്ന പ്രസ്ഥാനം. തീർച്ചയായും ഇത് പ്രകീർത്തിതമാവട്ടെ. ഈ പേര് പോലെ തന്നെ പ്രവാചകൻ്റെ അപരനാമമാണെങ്കിൽ തന്നെയും അതിൻ്റെ ആ വാച്യാർത്ഥത്തിൽ ഇതെത്തിച്ചേരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തു. ഒരുപാട് അഭ്രപാളികളിലും വേദികളിലും കണ്ട് വളരെ ആരാധനയോടെ വീക്ഷിച്ചിരുന്നതായ ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളോടൊപ്പം ഈ ഒരു നല്ല കൂട്ടായ്മയിലേക്ക് എന്നെ ക്ഷണിച്ച, എന്നെ ഉൾപ്പെടുത്തിയ പ്രിയപ്പെട്ട ഉസ്താദിനെ ഏറെ സ്നേഹത്തോടെ ഞാൻ ഓർക്കുന്നു, നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇതിനെന്നെ ക്ഷണിച്ച ഇതിൻ്റെ എല്ലാ സംഘാടകരെയും നന്ദിയോടെ ഓർക്കുന്നു. എനിക്കറിയാം ഇങ്ങനെ കുറിപ്പുകൾ ഇനിയും വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ പ്രിയപ്പെട്ട സഹോദരൻ കൊണ്ടിട്ട് സംകൃത പമകരി കൂടി പാടണമെന്ന് കൂടി അപേക്ഷിക്കുന്നു. സംകൃത പമകരി പാടണമെങ്കിൽ
എനിക്ക് ഈ തെക്കൻ കേരളത്തിൽ വന്ന് പാടുമ്പോഴുള്ളൊരു പ്രത്യേകത, പ്രിയപ്പെട്ട തങ്ങൾ ഇവിടെയുണ്ട്, ഈ മലബാറിൻ്റെയൊക്കെ ഒരു കൾച്ചർ എന്ന് പറയുന്നത് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഞാൻ ഇന്ന് ഇവിടെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു, എനിക്ക് ഈ ഇസ്ലാം സമുദായത്തെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ടായിരുന്നു. തെറ്റിദ്ധാരണകൾ എന്ന് പറയുന്നത് അത് എൻ്റെ അനുഭവങ്ങളാണ്. കാരണം അറബി പഠിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് മതപഠനത്തിൽ ഉപരിപഠനം നടത്തുമ്പോൾ ഞങ്ങളുടെ സുറിയാനി ഭാഷയിൽ, സുറിയാനി സഭയുടെ പല എഴുത്തുകളും 12-ാം നൂറ്റാണ്ടിന് ശേഷമുള്ള എഴുത്തുകളൊക്കെ അറബി ഭാഷയിൽ എഴുതി പിന്നീട് സുറിയാനിയിലേക്ക് പരിഭാഷപ്പെടുത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ മൂലഭാഷ പഠിച്ചു വേണം ഒരു തീസിസിന് വേണ്ടി നമ്മൾ പേപ്പർ സബ്മിറ്റ് ചെയ്യാൻ. അപ്പോൾ ഞാൻ പല ഉസ്താക്കന്മാരുടെ അടുത്ത് ചെല്ലുമ്പോഴും അവർ പറയും, നിങ്ങളെന്തിനാണ് അറബി പഠിക്കണത്, ഇങ്ങോട്ട് കൊണ്ട് തന്നോളി, നമ്മൾ പരിഭാഷപ്പെടുത്തി തന്നോളാം. ഇങ്ങനെ പറയുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് സംഘടനകളൊന്നും ഞാൻ പറയുന്നില്ല. ചില സംഘടനകളുമായുള്ള അല്ലെങ്കിൽ അതിലെ സഹോദരങ്ങളൊക്കെ എന്നെ പഠിക്കാൻ സഹായിക്കുകയും അതിൻ്റെ മാർഗം എന്താണെന്ന് പറഞ്ഞു തരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ ജീവിതത്തിൽ മലബാറിനെ കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ, ഈ കുപ്പായമൊക്കെ ഇട്ട് ചെന്ന് കഴിഞ്ഞാൽ അടി കിട്ടുമെന്നുള്ളൊരു തെറ്റിദ്ധാരണയുള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ വ്യക്തിപരമായൊരു ബോധ്യത്തിൽ എനിക്ക് തോന്നുന്നു മതസൗഹാർദ്ദത്തിലും മാനവ സൗഹാർദ്ദത്തിലും ആളുകൾ കഴിയുന്ന ഒരു സ്ഥലമാണ് കേരളത്തിൽ മലബാർ. ഞാനെപ്പോഴും പറയും, എനിക്ക് എന്നെങ്കിലും ഒരു 10-30 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ കിട്ടിയാൽ എൻ്റെ വലിയൊരു ആഗ്രഹം മലബാറിൻ്റെ മണ്ണിൽ പോയി ഒരു 10 സെൻറ്റ് സ്ഥലം, അതിനൊന്നും കിട്ടൂല, എന്നാലും ഏതെങ്കിലും ഒരു ഉൾഗ്രാമത്തിൽ പോയി ഒരു 10 സെൻറ്റ് സ്ഥലം വാങ്ങിച്ച് ഒരു സൗഹൃദ ഭവനം, ഒരു സ്നേഹ കൂടാരം പണിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ക്രിസ്ത്യാനിക്ക് പോകാൻ അവൻ്റേതായ ഇടങ്ങളുണ്ട്, മുസ്ലിമിന് പോകുവാൻ അവൻ്റേതായ ഇടങ്ങളുണ്ട്, ഹൈന്ദവന് പോകുവാൻ അവൻ്റേതായ ഇടങ്ങളുണ്ട്. പക്ഷേ ക്രിസ്ത്യാനിയും മുസ്ലിമാനും ഹൈന്ദവനും ഒരുമിച്ച് വരുന്ന ഇടങ്ങളാണ് സ്നേഹഭവനം എന്ന് പറയുന്നത്. അതാണ് എൻ്റെ ഒരു സ്വപ്നം. ഹംദാൻ പോലെ എൻ്റെ ഒരു സ്വപ്നമാണ്. ഏതെങ്കിലും കാലത്ത് അതിന് ആരെങ്കിലുമൊക്കെ സഹായിക്കുമെന്ന് വിശ്വസിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഒരുപാട് നന്മയുള്ള മനുഷ്യരുണ്ട്. മലബാറിൽ ചെന്ന് പാട്ട് പാടിയാൽ അന്നേരം കൈമുട്ടും. പക്ഷേ ഇവിടുത്തെ ഒരു അവസ്ഥയിൽ ഈ മുട്ടിപ്പാട്ട് പാടണോ, താളം ഉപയോഗിച്ചുള്ള പാട്ട് പാടണോ എന്നൊക്കെയുള്ള ചിന്താധാരകളുണ്ടെന്നും എനിക്കറിയാം. എന്തു തന്നെയായിരുന്നാലും സംഘൃത പമകരി കൂടി പാടി ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കും. എനിക്ക് ശേഷം ഇനിയും ആളുകൾ സംസാരിക്കാനുണ്ട്. ഒരിക്കൽ കൂടി ഈ ഒരു നല്ല കൂട്ടായ്മയിൽ നല്ല മുഖങ്ങൾ, നല്ല പണ്ഡിതരായ ആളുകളെ കാണുവാൻ സാധിച്ചതിൽ വലിയ സന്തോഷം. എല്ലാ നന്മകളും എല്ലാ ഭാവുകങ്ങളും ഈ പ്രസ്ഥാനത്തിനുണ്ടാകട്ടെ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ നമുക്ക് ഹംദാനിൽ ചേർന്ന് വന്ന് ഒരുമയ്ക്കായി നമുക്കൊരുമിക്കാം. ഇനിയുമുള്ള വർഷങ്ങളിലെ പരിപാടികളിൽ എല്ലാവരെയും ഉൾപ്പെടുത്തുവാൻ സാധ്യമാകട്ടെ. കബീർ ബാക്കവിയോട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഇവിടെ പഠിപ്പിക്കുന്ന അമുസ്ലിമുകളായ അധ്യാപകരെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു, വിദ്യാർത്ഥികളും ഉണ്ടാവണം. പല യൂണിവേഴ്സിറ്റികളിലും മതം സ്വീകരിക്കാനല്ലാതെ മതത്തെ പഠിക്കുന്ന ആളുകളുണ്ട്. ഞാൻ അങ്ങനെ ഒരാളാണ്. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, ഫാദർ ഇതൊക്കെ വായിച്ചിട്ട് എന്തുകൊണ്ടാണ് മുസ്ലിം ആകാത്തത്, അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ചില വേദികളിൽ നിന്നൊക്കെ എന്നെ മേലധികാരികൾ അല്ലെങ്കിൽ ചില നിബന്ധനകൾ വയ്ക്കാനുള്ള കാരണം ഒരുപക്ഷെ ഇനി ഞാൻ അങ്ങ് പോകുമോ എന്നുള്ളതാണ്. പക്ഷെ ഞാൻ പറയും, ജീസസ് ക്രൈസ്റ്റിൻ്റെ പഠിപ്പിക്കലുകൾ മുഴുവൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഇന്നും എനിക്ക് സാധിച്ചിട്ടില്ല. അതൊന്ന് പൂർത്തിയാക്കിയിട്ട് വേണമല്ലോ അതിന് ശേഷം വന്ന പ്രവാചക ചര്യ പിന്തുടരാൻ. എൻ്റെ ഒരു കാഴ്ചപ്പാട് അതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, അമുസ്ലിമുകളായിട്ടുള്ള ആളുകൾ കൂടി നിങ്ങളെ മനസ്സിലാക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും ഒരുമിച്ച് വരാനുള്ള ഇടങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാറുമ്പോൾ ഒരുപാട് തെറ്റിദ്ധാരണകൾ മാറും. സമൂഹം കുറച്ചുകൂടി വിശാലമായി ചിന്തിക്കും. നമ്മുടെ മത തീവ്രവാദവും മത സങ്കുചിത ചിന്താധാരകളുമൊക്കെ മാറും. അതിന് ഹംദാൻ ഒരു വിളക്കായി ശോഭിക്കട്ടെ. മലമേൽ ശോഭിക്കുന്നതായ ഒരു പ്രകാശഗോപുരം പോലെ ഹംദാൻ തിളങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭാവങ്ങളും. അസ്സലാമു അലൈക്കും. സംഘൃതപമകരി തങ്കത്തുംഗത്തതിങ്കിണതിംകൃതതിവികിടമേളം തകതം ധരി സരിഗമ തക്കടജത്തിങ്കിണ ദിംദിമി താളം കൃതതാളം സംഘൃതപമകരി തങ്കത്തുംഗത്തതിങ്കിണ ദിംകൃതതിവികിടമേളം തകതം ധരി സരിഗമ തക്കടജത്തിങ്കിണ ദിംദിമി താളം കൃതതാളം സംകൃതമോടെ തിരു സ്വർഗനഗർക്ക് കഞ്ചത്തെ സുന്ദരഹുറുണ്ണി സച്ചിത്തരമൊത്തൊരു കഞ്ചത്തെ പിൻകതിരോനോവിൻ പഴങ്കതിരോനിന് മൊഞ്ചത്തെ വിണ്ടീടുൾ മൂടി വരെ സംഗതി കൊണ്ട് തഞ്ചത്തെ ഉന്നൊന്നേ
മുടി വണ്ടിറ കൊത്ത കറുപ്പ പെരുപ്പം മിന്നുന്നേ, മുടഞ്ഞിട്ട കുനിത്തത് കെട്ടഴിച്ചിട്ടാൽ പിന്നുന്നേ, ആണപ്പേടുൾ മാടം വടി വരെ സ്വത്ത കാമാനിൽ വളവത്ത നീകാനുസലം വട്ടത്തളി ബദർമട്ടത്തിന് മുഖതകതകജം തങ്കത്താദ്യം കീട കൃതി കീട സംസരിത കിള്ളത്താക്ക ധീമി താളം കൃത ജുംജമൃതം സ്വർഗത്താലമേലെ പല ധ്വനി കാളിച്ചേരി കോളലികൾ സംകൃതവാരി തങ്കത്തുങ്കത്തതിങ്കീട തിങ്കൃത ദിവികീട മേള തകതം ധരി സരിഗമ തക്കട ജത്തത്തിങ്കീട ദിംധിമി താളം കൃതതാളം. പ്രിയപ്പെട്ട ഉസ്താദ് വന്നപ്പോൾ ഞാൻ സംകൃതമകരി പാടിയപ്പോൾ ഉസ്താദിൻ്റെ കൈ പോകുന്നത് ഞാൻ ശ്രദ്ധിച്ചു. പിന്നെ ഒരു സ്ഥാപനത്തിൻ്റെ അധികാരിയായിട്ടിരിക്കുമ്പോൾ ഇച്ചിരി മസിലൊക്കെ പിടിച്ചൊരു ഇച്ചിരി പക്വതയൊക്കെ കാണിക്കേണ്ടത് കൊണ്ടാണ് അദ്ദേഹം വളരെ സൗമര്യസ്വത്തോടെ വന്നതെന്ന് എനിക്കറിയാം. വളരെ ശ്രേഷ്ഠനായൊരു വ്യക്തിത്വമാണ്. ദൈവം എല്ലാ ആരോഗ്യവും എല്ലാ നന്മയും അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തോടൊപ്പം ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അല്പമായി അധികമായി ഇതിനു വേണ്ടി സഹായിച്ചിട്ടുള്ള സഹായിക്കുവാൻ പോകുന്ന എല്ലാവർക്കും സർവശക്തനായ ദൈവം കരുണയും അനുഗ്രഹവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയ് ഹിന്ദ്.